ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് മെരി ക്രിസ്മസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ, റൗണ്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ നമ്മളതെടുത്തിട്ടുണ്ട്. പിന്നെ 3 സ്റ്റിക്കാണ് വേണ്ടത്, സെയിം അളവിലുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു സെല്ലോ ടേപ്പും. അപ്പോൾ നമ്മൾ ആദ്യം ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആ സ്റ്റിക്കിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ വശം ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടർന്ന് വരും. അപ്പോൾ നമ്മളത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ ഗ്രീൻ കളർ ഷേപ്പിലുള്ള ഒരു മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ കളറിലുള്ള മാല ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം. അതുപോലെ ബോളുണ്ട് കേട്ടോ, റെഡും വൈറ്റ് കളറും ബോളും വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ അതും വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ മാലയിൽ അപ്പൂപ്പനെയും ആ ബൗളൊക്കെ ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ടുണ്ട് കേട്ടോ, ഉള്ളിലിട്ടിട്ട്. പിന്നെ നമ്മളത് ആദ്യം മുതൽ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ മാലയിൽ നമ്മളെല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബൗളും ക്രിസ്മസ് അപ്പൂപ്പനും കേട്ടോ. അപ്പോൾ നമ്മളത് ഫസ്റ്റ് മുതൽ ചുറ്റിയിട്ട് ആ കോലിൽ ഫസ്റ്റ് നമ്മൾ ചുറ്റി കൊടുക്കുക, എൻഡ് വരെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴെ വന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അറിയാത്ത രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ബോളൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞപ്പൂപ്പനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് എൻഡ് വരെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മൾ ഒരു കൈ അളവിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അത് ഇത്രയും ചെറുതാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി ലുക്കായിരുന്നു കേട്ടോ കാണാൻ. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പാറുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു കേട്ടോ. നമ്മളിതിൽ ഒരു LED ബൾബൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങിച്ച LED ബൾബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ LED ബൾബ് വെച്ചൊന്ന് നോക്കിയപ്പോൾ അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല. പക്ഷെ അല്ലാതെ കാണുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾബൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ലുക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇത് കണ്ടപ്പോൾ പാറുവും തക്കുടും കണ്ടിട്ട് കുറേ നേരം നോക്കിയിട്ടൊക്കെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ LED ബൾബ് അഴിച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ബൾബ് വെച്ചിട്ട് നമുക്കൊരു ലുക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ട്രീൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് വ്ളോഗ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കൈ ഷേപ്പിലുള്ള ക്രിസ്മസ് ട്രീ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഈ വീഡിയോയുടെ പുറകിൽ കുറച്ച് തക്കുടുവിൻ്റെയും പാറുവിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് കാണുമോ? അപ്പോൾ ഓക്കേ.